നിരാശയും പോരാട്ടവും പലപ്പോഴും നമ്മെ ബാധിക്കാം. ഏലിയാവിനെ പോലെ ഇപ്പോൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം എത്തപ്പെടാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. അതെ, ദൈവം കൊടുത്ത അവസരങ്ങൾ ശുഷ്കാന്തിയോടും ശക്തിയോടും ധൈര്യത്തോടും ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ ശക്തിയുക്തം ദൈവമാരെന്ന് തെളിയിക്കുകയും അതിലെല്ലാം ഉപരിയായി വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവനാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്ത മനുഷ്യൻ, ദൈവാത്മ നിറവുള്ളവൻ ആയ മനുഷ്യൻ പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അതെ, ജീവിതത്തിൽ പോരാട്ടവും നിരാശയും പല സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് നേരെ ഉയർന്നു വരാം. ചില സമയങ്ങളിൽ സാമ്പത്തിക ബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന കഷ്ടങ്ങൾ, അനവധി വിധമാകുന്ന നിലകളിലുള്ള തകർച്ചകൾ പലപ്പോഴും നമ്മെ ബാധിച്ചു എന്ന് വരാം. എന്നാൽ അപ്രകാരമുള്ള സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ടുന്നത്, ക്രൂശിൽ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, ക്രിസ്തു നിമിത്തം നമുക്ക് ലഭ്യമാകുന്ന ജയം, വിടുതൽ, സമാധാനം, ഐശ്വര്യം, ആശ്വാസം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യവും ശക്തിയും പകരേണ്ടുന്ന ഒരു വിഷയമാണ്. പിന്നെയും ദൈവവചനം പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 36-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? അതെ, ഇവയൊന്നും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഇടവരരുത്. കാരണം നാം പകച്ചു നിൽക്കേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്.